ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നമ്മുടെ ശിലാ സന്തോഷം എന്ന് പറയുന്ന വലിയൊരു ബ്ലോഗറിൻ്റെ അടുത്താണ് ഞാൻ വന്നേക്കുന്നത്. ഞങ്ങളുടെ നെയ്ബറാണ്. എന്നാലും പക്ഷേ ഞാൻ ഇതുവരെ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു മ്യൂസിയം ഉണ്ടെന്ന്. ശിലാ മ്യൂസിയം വന്ന് കണ്ടപ്പോഴാണ് അതിൻ്റേതായ മഹത്വം അറിഞ്ഞത്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഞങ്ങളിത് കാണാൻ ഇങ്ങോട്ട് കയറിയതാണ്. പിന്നെ മലയാള മനോരമ പത്രം എന്നിറക്കി അന്ന് മുതലുള്ള ഓരോരോ കാര്യങ്ങളും എനിക്ക് അത്ഭുതമായിരിക്കുന്നു. ഇവിടെ വന്ന് കണ്ടിട്ട് സന്തോഷം നമ്മളെ ഓരോന്നും അത് പരിചയപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമസ്കാരം. ഞാൻ ശിലാ സന്തോഷ്. ശരിക്കും നമ്മുടെ നാട്ടിലുള്ളവരാണ് കൂടുതൽ കാണാനുള്ളത്. കാരണം ദൂരെ നിന്നൊക്കെയുള്ള ആൾക്കാരും മറ്റു രാജ്യത്തു നിന്നും ഒക്കെ ആൾക്കാർ ഇവിടെ വന്ന് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കുറേ പേര് കാണാനുണ്ട്. അപ്പൊ ശരിക്കും അവര് വീഡിയോസ് കാണുന്നുണ്ട്, അവര് മ്യൂസിയം വന്ന് കാണുന്നില്ല. കാരണം എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ പലരോട് ഞാൻ ചോദിച്ചാൽ എന്താ ഒന്ന് കാണാത്തതെന്ന് ചോദിച്ചാൽ പറയും നമ്മുടെ വീടിന് അടുത്തല്ലയോ, നാളെ ഞാൻ കാണാമല്ലോ എന്ന്. അപ്പൊ അങ്ങനെ നീട്ടി വെക്കുന്ന ആൾക്കാർ മുന്നോട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ മ്യൂസിയം കണ്ടാനുള്ള പ്രത്യേകത, ഒന്നാമത്തെ കാര്യം ആദ്യം തന്നെ പറയുന്നത്, ഇവിടെ വരുന്നതിന് ഫീസ് ഇല്ല, ഫ്രീ ആയിട്ട് വരാം. പള്ളികളായാലും അമ്പലങ്ങളായാലും സ്കൂളുകളായാലും കോളേജ് ആയാലും ഏത് സ്ഥാപനങ്ങളും എന്തോ ആയിക്കോട്ടെ, കുടുംബം ആയിക്കോട്ടെ, എങ്ങനെ ആയാലും ഇവിടെ വരുന്നവർക്ക് ഫീസ് ഇല്ല, ഫ്രീ ആയിട്ട് വന്ന് കാണാൻ പറ്റും. ഇപ്പൊ എല്ലാ മ്യൂസിയങ്ങളിലേക്കാട്ടിലും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിച്ചവരെ ഓർക്കാം. അപ്പൊ നമ്മൾ എടുക്കുന്ന ക്യാമറ കണ്ടുപിടിച്ച ആരാന്ന് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. ക്യാമറയുടെ ഒരു 280ഓളം ക്യാമറകൾ നമ്മുടെ കയ്യിലുണ്ട്. 1876 മുതലുള്ള ക്യാമറ. അതുപോലെ തന്നെ ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ പത്രങ്ങൾ 2000ഓളം ഉണ്ട്. ഇപ്പൊ ടൈറ്റാനിക് പറഞ്ഞ അന്നത്തെ വാർത്ത, ഹിരോഷിമ ബോംബ് വീണ്, നാഗസാക്കി വീണ്, ഹിറ്റ്ലർ മരിച്ചത്, ഗാന്ധിജി മരിച്ചത്, നെഹ്റു മരിച്ചത്, നമ്മുടെ നസീർ മരിച്ചത്, സത്യം മരിച്ചത് തൊട്ടുള്ള പത്രങ്ങൾ നേരിട്ട് നമുക്ക് കാണാം. അതുപോലെ കാർട്ടൂണുകൾ ഒരു 2800ഓളം കാർട്ടൂണുകളുണ്ട്. പിന്നെ PSCയുടെ 600ഓളം ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് 60ഓളം സർക്കാർ ജോലി കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്ന് പഠിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക്, സയന്റിസ്റ്റ്മാരായിട്ടുള്ളവർ, അങ്ങനെയുള്ള ഏത് മേഖല എടുത്താലും നമ്മുടെ മ്യൂസിയത്തിൽ കുറേ സംഭവങ്ങളുണ്ട്. അതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണാം. നിസ്സാരമായിട്ട് നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. പണ്ട് കാലത്ത് ഈ അയിത്തം ഉണ്ടായിരുന്നു. ഈ അയിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യും നമ്മുടെ ശരിക്കും വണ്ടി ഓടുമ്പോൾ തന്നെ റോഡിൽ നിന്ന് ഓടി മാറണമായിരുന്നു. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശരിക്കും രാജവീതി എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ഒരു വഴി എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ആ ഓടി മാറേണ്ട ഒരു രീതിയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് മുമ്പിൽ. അപ്പം അതിൻ്റെയൊക്കെ നേർക്കാഴ്ചകൾ അവിടെ കാണുന്നത്. ഇത് നമസ്കാര ദണ്ഡെന്ന് പറയും. പണ്ട് കാലത്ത് രാജാവ് റാണിയൊക്കെ നാട് കാണാൻ ഇറങ്ങുമ്പോൾ പല്ലക്കിലാണ് വരുന്നത്. അപ്പോൾ പല്ലക്കിൽ വരുമ്പോൾ കൈയും കാലും തൊട്ട് കൊള്ളുന്നൊരു സമ്പ്രദായം ഒന്നും ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ സ്വന്തം കൈയും കാലും കൊടുക്കത്തില്ല, അയിത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡ് കൈയും ഒരു സൈഡ് കാലും തിരിച്ചു മറിച്ച് കൊടുക്കും. ഇതിലാണ് അന്ന് തൊട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു നേർക്കാഴ്ചയാണ്. നമുക്ക് കണ്ടു കഴിയുമ്പോൾ ഒരു കാലഘട്ടം എന്തായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും നമ്മൾ കണ്ട് മനസ്സിലാക്കുമ്പം ഒരിക്കലും മറന്നു പോകത്തില്ല. ഇപ്പൊ നമ്മൾ പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുമ്പം ആ സിനിമ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. നമ്മൾ മരിക്കുന്ന കാലഘട്ടം വരെ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമയെ കുറിച്ച് നമ്മൾ പറയും. പണ്ട് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ട ഇന്ന് ഞാൻ കഥ പറയും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കാണുന്നത് നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്നില്ല. വിഷ്വല് ശരിക്കും പതിയും. നമ്മൾ വായിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് കണ്ടു മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പുതിയ തലമുറയിലുള്ള കുട്ടികളെ അങ്ങനെ കാണിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ശരിക്കും വിഷ്വലൊക്കെ കാണിച്ച് പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ഥലത്ത് കൊണ്ടുപോയി. അങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ ശിലാ മ്യൂസിയം വന്ന് കണ്ടാൽ മനസ്സിലായി ഇത് അങ്ങനെ ഒരു സാധനമാണ്. ഇത് അഞ്ചൽ കുന്തോ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് കാർഡ് അഞ്ചൽ കാർഡ് എന്ന് പറഞ്ഞു. തിരുവിതാംകൂറിന്റെ അഞ്ചലോട്ടക്കാരൻ എന്ന് പറയും. നമ്മുടെ പോസ്റ്റ്മാൻ പറയുന്ന ഒരു അഞ്ചലോട്ടക്കാരൻ. അപ്പൊ അഞ്ചലോട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഈ പോസ്റ്റ് സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഒരു കത്തി, ഒരു മണിയുണ്ട്. കേരളത്തിലെ ഏറ്റവും അവസാനത്തെ അഞ്ചലോട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ കാന്തല്ലൂരിലുള്ള കണ്ണൻചാപ്പിളി എന്ന് പറഞ്ഞാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഇത് കളക്ട് ചെയ്തത്. എന്ന് പറഞ്ഞാൽ കണ്ണൻചാപ്പിളി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകന്റെ കയ്യിൽ നിന്ന്, അദ്ദേഹം മരിച്ചു പോയിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് നമുക്ക് ഈ ഒരു കത്തി തന്നത്. ഒരു വലിയ ആഘോഷമായിട്ടാണ് കളക്ട് ചെയ്തത്. ശരിക്കും കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു സാധനമാണ് ഈ ഒരു അഞ്ചൽ ഓട്ടക്കാരന്റെ ഈ ഒരു കത്തി. അപ്പൊ ഇതേപോലുള്ള നമുക്ക് ശരിക്കും കാണാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും പറ്റുന്ന അപൂർവമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ കാണുന്ന എല്ലാം. അപ്പൊ പെനി ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ, ഇംഗ്ലണ്ടിലെ ആദ്യത്തെ 1840 പെനി ബ്ലാക്ക് എന്ന് പറഞ്ഞ സ്റ്റാമ്പാണ് ആദ്യമായിട്ട് ഇറങ്ങിയ സ്റ്റാമ്പ്. ആ സ്റ്റാമ്പ് നമ്മുടെ ഉണ്ട്. അതുപോലെ ബ്രിട്ടീഷ് വാട്ടർമാർക്ക് നോട്ടുണ്ട്, ആദ്യകാലത്തെ പാസ്പോർട്ട് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യകാലത്തെ 100ന്റെ നോട്ട്, 50ന്റെ നോട്ട്, 1000 കോടിയുടെ ഒറ്റ നോട്ട് എന്ന് പറയുന്നത്. പിന്നെ 10 ലക്ഷം കോടിയുടെ ഒറ്റ നോട്ട്, അത് യുഗോസ്ലാവിയ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെയാണ്. അതുപോലെ തന്നെ മറ്റേ ഇത് യുഗോസ്ലാവിയ എന്ന് പറഞ്ഞ രാജ്യത്ത്. അതുപോലെ കോടിക്കണക്കിന് രൂപയെന്ന് പറയുന്നത് നമുക്കൊരു മൂല്യം കുറവാണ്. ഓരോ രാജ്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ശരിക്കും ചില രാജ്യങ്ങളിൽ നമ്മുടെ പൈസ വളരെ കുറവായിരിക്കും, ചില രാജ്യത്ത് നമ്മുടെ പൈസ കൂടുതലായിരിക്കും. അപ്പം അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി 230ഓളം രാജ്യത്തിന് നാണയം നോട്ട് നമ്മുടെ ഉണ്ട്. അപ്പം ഇതിന്റെ പ്രത്യേകത, എൻ്റെ മോളാണെങ്കിൽ ഈ രാജ്യങ്ങളുടെ പേരെല്ലാം പറയാം. എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർ നമ്മുടെ വീട്ടിൽ നമുക്കിപ്പം ഈ കുട്ടികൾ ഈ വഴിതെറ്റി പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കളക്ഷനുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ അവരെന്തെങ്കിലും ടൈം കൂടുതലുണ്ടാകുമ്പോഴാണ് അവരെന്തെങ്കിലും കാര്യങ്ങളായിട്ട് ചെയ്തു പോകുന്നത്. ഇപ്പം എൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ വേറെ ഒന്നിലും പോകാതെ ഇതിൽ തന്നെ ഉറച്ചു നിന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു മ്യൂസിയം ഉണ്ടായത്. അപ്പോൾ കുട്ടികൾക്ക്
നമുക്ക് ഈ കളക്ഷൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ പഠിക്കാൻ പറ്റും. ഇപ്പോൾ 200 രാജ്യത്തിൻ്റെ ഒരു സ്റ്റാമ്പ് കളക്ട് ചെയ്താൽ 200 രാജ്യത്തിൻ്റെ പേര് പഠിക്കും. ആ 200 രാജ്യത്തിനെ കുറിച്ചുള്ള കൾച്ചർ പഠിക്കും. 200 രാജ്യത്തിൻ്റെ വ്യത്യസ്തത പഠിക്കും. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും ആ ഒരൊറ്റ ഒരു കളക്ഷൻ കൊണ്ട്. അപ്പോൾ അവന് ലോകത്തുള്ള പല കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ കിണറ്റിലെ തവളകളായി പോകും. കാരണം ഒരു കിണറ്റിൽ എത്ര തവള വിചാരിക്കുന്ന ആ ഒരു ചുറ്റളവിലുള്ള കാര്യങ്ങളുണ്ടെന്ന് അങ്ങനെ അല്ല. ലോകം മനസ്സിലാക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കളക്ഷൻ. വലിയൊരു ഗുണമാണ് അത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെറിയ രീതിയിൽ കളക്ട് ചെയ്യാൻ പറ്റും, വലിയ രീതിയിൽ കളക്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം പഴയ കാലത്തെ നമ്മുടെ പിന്നെ അളവ് പാത്രങ്ങളാണ്. അളവ് പാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പറ, ചങ്ങഴി, നാഴി, ഉരിക ഇങ്ങനെയൊക്കെ പറയും. ഇത് ചതുരപ്പറ എന്ന് പറയും. ചോള കാലഘട്ടത്തിലുള്ളതാണ്. ഈ പറയുന്ന പറഞ്ഞാൽ തന്നെ ഒരു നമ്മുടെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഈ പറയിടാനൊക്കെ വരുന്ന ഇപ്പോഴും നമ്മൾ കാണുന്ന ഒരു സാധനമാണ്. പക്ഷെ നമ്മളൊക്കെ പെട്ടെന്ന് കാണാത്ത ഒരു സാധനമാണ് തൂണി എന്ന് പറയും. ഇതായിരുന്നു പറയ്ക്ക് മുമ്പുള്ള ആദ്യത്തെ ഫസ്റ്റ് അളവ് പാത്രം കേരളത്തിൽ. ഇതായിരുന്നു. ഇതിനകത്ത് ഇത്ര മണി നെല്ല് വരെ വരുമെന്നുള്ള കണക്ക് വരെയുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഈ പറയും, ചങ്ങഴി, നാഴി, ഉരി ഒക്കെ ആയി തുടങ്ങിയത്. അതിന് മുമ്പ് വേറെ അളവുകളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അപ്പോൾ ശരിക്കും ഒരു കാലഘട്ടത്തിൽ നമ്മൾ പകര സാധനം കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇപ്പം മാറി, അത് പൈസയിലേക്ക് മാറി. ഇതൊക്കെ തന്നെ ഒരു ചരിത്രത്തിന് വലിയൊരു സംഭവമാണ്. അപ്പം ഇതുപോലെ ഓരോ സാധനം ഇപ്പം ക്ഷേത്രപ്രവേശന വിളംബരം 1936 ക്ഷേത്രപ്രവേശന വിളംബരം 38 നോട്ടീസ് ഇറങ്ങി. അപ്പോൾ ഈ നോട്ടീസിന്റെ ഒറിജിനലായിട്ടുള്ള നോട്ടീസാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. 50 പേരുള്ള ഒരു ക്ഷേത്രമാണെങ്കിൽ 26 പേര് പറഞ്ഞെങ്കിൽ മാത്രമേ ഈ ക്ഷേത്രത്തിൽ കയറാൻ പറ്റത്തുള്ളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം വേണമായിരുന്നു. അപ്പോൾ ഒരു ക്ഷേത്രപ്രവേശന വിളംബരം പറയുന്നതിനും അപ്പുറം അവിടുത്തെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പാവപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ കയറാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ അതിന്റെ നേർക്കാഴ്ചകളായി കാണുന്നത് ഇതേപോലുള്ള ഓരോ കാര്യങ്ങളും നേർക്കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ട് പോകുന്നത്. ലോകത്തെ ഏറ്റവും നീളം കൂടിയ സ്റ്റാമ്പ്, അതുപോലെ തന്നെ ചെഗുവേര സൈൻ ചെയ്ത നോട്ട്. വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് പുള്ളി പിന്നെ ക്യൂബയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടിരുന്നത്. പുള്ളി സൈൻ ചെയ്ത നോട്ട്. അതുപോലെ തന്നെ നമ്മുടെ പാപ്രസ് എന്ന് പറയുന്ന ചെടിയാണ് നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന പേപ്പർ ആദ്യമായിട്ട് ഉണ്ടായെന്നുള്ളത്. പക്ഷേ ഇത് ഭോജ്പത്ര എന്ന് പറഞ്ഞ നമ്മുടെ ഭാരതത്തിൽ ആദ്യമായിട്ട് ഉള്ള പേപ്പർ ഇത് തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പാപ്രസ് ഉണ്ടായത്. അതിന് മുമ്പ് ഈ സംഭവം തന്നെ ഒരു മരത്തിൻ്റെ തോലായത്. അപ്പോൾ അങ്ങനെ തുടങ്ങിയതേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 1, 2, 10 വീഡിയോ ഒന്നും തീരത്തില്ല. അപ്പൊ അതേപോലെ ഓരോന്നിനെ വിവരിച്ച് നിന്നാൽ അത്യാവശ്യം നിങ്ങളെല്ലാം വന്ന് കണ്ടു നോക്കിയോ അല്ലെങ്കിൽ നമ്മുടെ ശിലാസന്തോഷം എന്നുള്ള യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടെ പഠിക്കാൻ പറ്റും. കാരണം ഒത്തിരി വീഡിയോസ് നമ്മൾ ഡയൽ കേരളയാണ് നമ്മുടെ ചാനലിന്റെ പേര്. ഇതാണ് ഓണവില്ല് എന്ന് പറയുന്നത്. ഓണവില്ല് എന്ന് പറഞ്ഞ ഒരു ചരിത്ര സംഭവം തന്നെയാണ്. തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഓണവില്ലിന് 2 പേരുണ്ട്. വടക്കൻ കേരളത്തിലുള്ള ഓണവില്ല് എന്ന് പറഞ്ഞാൽ ഓണവില്ല് തമ്പുരു എന്ന് പറയും. തെക്കൻ കേരളത്തില് ഓണവില്ല് തിരുവിതാംകൂറിൽ എന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന ഒരു സംഭവമാണ്. തിരുവോണത്തിലെന്ന് മാത്രം. അത് വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബക്കാരാണ് അത് സമർപ്പിക്കുന്നത്. എല്ലാ വർഷവും ഇപ്പോഴും അത് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ പ്രധാനമന്ത്രി മോദിജി വരെ അവിടുന്ന് ഓണവില്ല് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ ഇന്ത്യക്ക് വെളിയിലുള്ള പല രാജ്യങ്ങളും കളക്ട് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഓണവില്ലായത് നാച്ചുറൽ കളറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോട്ടിന്റെ നാണയത്തിന് ഒരു വലിയ കളക്ഷൻ. അതിൻ്റെ ഒരു ചെറിയൊരു കളക്ഷൻ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിലോട്ട് വന്നാൽ ഈ നോട്ട്, നമ്മുടെയൊക്കെ നോട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മൾ ഇതിന്റെ നമ്പറുകൾ മാത്രം ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മൾ പൈസ കിട്ടുമ്പോൾ നമ്മൾ പല സാധനങ്ങളും മേടിച്ചു പോകുന്നതല്ലാതെ ഇതിന്റെ സീരിയൽ നമ്പർ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കും. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ 26/1/82 നോട്ടിൽ 26/1/82. അതിൽ എന്റെ വൈഫിന്റെ 26/5/87, 26/5/87. എന്റെ കല്യാണം 22/3/2007, 22/3/2007. എന്റെ മൂത്ത മകളുടെ 10/3/9, 10/3/9. ഇളയ മകളുടെ 30/3/13, 30/3/13. 3.5 വർഷം എടുത്താണ് ഇങ്ങനെ കളക്ട് ചെയ്ത്. ഇപ്പൊ എന്റെ കയ്യില് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെയും പ്രസിഡന്റുമാരുടെയും ഫുള്ള് ഡേറ്റ് ഓഫ് ബർത്ത് നോട്ടുകളാണ്. അതിന്റെ അപ്പുറം അവര് ഏത് വർഷം ജനിച്ചു, ഏത് വർഷം മരിച്ചവരെയാണ് അതിന് കൃത്യമായിട്ടുണ്ട്. അതുപോലെ അതിനും അപ്പുറം അവർ ഏത് വർഷം വരെ ഭരിച്ചിരുന്നവർക്ക് എന്തൊക്കെ ചുമതലകൾ ഉണ്ടായിരുന്നു, ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണ് തായ്ലൻഡിൽ നമ്മൾ 30 രാജ്യത്തിൽ ഫസ്റ്റ് കിട്ടിയത്. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ഇതുപോലുള്ള കളക്ഷനുകൾ ഇപ്പൊ തന്നെ നോട്ടിൽ ഇത് കണ്ടോ, 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം ഇങ്ങനെയുള്ള ഒരു കളക്ഷൻ ഉണ്ട്. ഇതും അതുപോലെ തന്നെ ഇച്ചിരി റയർ കളക്ഷനാണ്, നമ്പർ കളക്ഷനാണ്. അതുപോലെ തന്നെ ചൈനയിലെ ഒരു കോയിനാണ് ബാംബു കോയിൻ എന്ന് പറയും. പണ്ട് കാലത്ത് നമ്മുടെ തുണിയും അതുപോലെ കല്ലും പിന്നെ തോലും കമ്പും എല്ലാ സാധനവും നമ്മൾ നാണയമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്താണ് ഇങ്ങനൊരു കോയിൻ വന്നത്. പിന്നെ കേരളത്തിൽ നമ്മൾ പണ്ട് സയൻസിന് വളരെ ബാക്കിലോട്ടായിരുന്നു. അപ്പം ഒരു റൊമാനിയ എന്ന് പറയുന്ന രാജ്യം ഒരു നോട്ട് ഇറക്കി. ഈ നോട്ടിനകത്തോട് നോക്കിയാൽ നമുക്ക് ഗ്രഹണം, സൂര്യഗ്രഹണം കാണാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഇറക്കിയ ഒരു നോട്ടാണ്. അപ്പോൾ സയൻസിനൊക്കെ അത്ര പ്രാധാന്യം അവർ കൊടുത്തിരുന്നു. ഇതാണ് ചിറവേൽ രാമൻ എന്ന് പറഞ്ഞ ആള്. എൻ്റെ കയ്യിൽ 140 അധികം പൈതൃക നെൽവിത്തുകളുണ്ട്. കലടിയാരൻ, അടുക്കൻ, ചന്ദനത്തൊണ്ടി, മരത്തൊണ്ടി, പാൽത്തൊണ്ടി, ജീരകശാല, ഗന്ധകശാല, തവളക്കണ്ണൻ, രക്തശാലി എന്നൊക്കെ പറയുന്ന പൈതൃക നെൽവിത്തുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ തുടക്കത്തിന് വേണ്ടി എൻ്റെ ഒരു ഗുരുനാഥനാഥനുള്ള ആളാണ്
ഇദ്ദേഹത്തിന് കുറേ നെല്ലുകൾ പൈതൃകമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ കുറച്ച് കളക്ട് ചെയ്ത് ഇപ്പോൾ ഏകദേശം 140ഓളം നെല്ലുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ 1 കിലോ നെല്ല് ഒരാൾക്ക് കൊടുത്താൽ 2 കിലോ നെല്ല് തിരിച്ചു തരുന്ന ഒരു രീതിയിൽ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 45ഓളം കാച്ചിലുകളുണ്ട്, 65ഓളം വാഴകളുണ്ട്. അങ്ങനെ കാർഷിക രംഗത്ത് കുറേ വെറൈറ്റികൾ ഞാൻ ചെയ്യുന്നുണ്ട്, പഴമ പോകാതെ. ഇതേ കുപ്പികളാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഊതി വീർപ്പിച്ച കുപ്പികളാണ്. നിങ്ങൾ കേൾക്കുമ്പോൾ ചിരിക്കുമായിരിക്കും, പക്ഷേ നിങ്ങൾ വീഡിയോസ് കണ്ടാൽ മതി. കുപ്പി നമ്മൾ പണ്ട് ഊതിയായിരുന്നു വീർപ്പിക്കുന്നത്, ബലൂൺ വീർപ്പിക്കുന്ന പോലെ. അത് കഴിഞ്ഞിട്ടാണ് അതേ ടെക്നോളജിയിൽ ഇപ്പം കുപ്പികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പല ടൈപ്പ് കുപ്പികളാണ്, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന പല കുപ്പികൾ. അതുപോലെ കുപ്പികളെ കുറിച്ച് മാത്രമായിട്ട് പഠിക്കാൻ തന്നെ ഒരു രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി ഓരോന്നിനും പ്രാധാന്യം ഭയങ്കരമായിട്ടുണ്ട്. ആ പ്രാധാന്യത്തോടാണ് നമ്മൾ ചെയ്യുന്നത്. പോലീസുകാർ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കത്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വാർത്ത വന്നതാണ്. അതുപോലെ രാജ്യത്ത് സ്വന്തമായിട്ട് തപാൽ പിൻകോഡുള്ള 2 പേര്, തപാൽ പിൻകോഡുള്ള 2 പേരാണ്. ഒന്ന് ഇന്ത്യൻ പ്രസിഡന്റാണ്, ഒന്ന് ശബരിമല അയ്യപ്പനാണ്. ഇവർ 2 പേർക്കാണ് തപാൽ പിൻകോഡ് സ്വന്തമായിട്ടുള്ളത്, സീലും അതായിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നിട്ടുള്ളതാണ്, നമുക്ക് കാണാൻ പറ്റും. ഇത് കാളവണ്ടിയുടെ ലൈസൻസ് ആണ്. പഴയ കാലത്ത് കാളവണ്ടിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു. അതുപോലെ സൈക്കിളിൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ പണ്ട് കാലത്ത് മുറുക്കാൻ കൊണ്ട് നടന്നിരിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. അതുപോലെ പഴയ കാലത്തെ കത്തികൾ ചെത്തുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, നമുക്ക് മറ്റേ ചെത്താൻ ഉപയോഗിച്ചിരുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ മൊബൈൽ ഫോണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഇതാണ് ഒറിജിനൽ കായംകുളം വാൾ. കായംകുളം വാൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും റെയറായിട്ടൊരു വാളാണ്. കായംകുളം വാളിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അങ്ങനെയുള്ള കായംകുളം വാളാണ്. വാള് കത്തി തന്നെ ഏകദേശം ഒരു 280ഓളം വെറൈറ്റി ഉണ്ട്. ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഗ്രന്ഥക്കെട്ടുകൾ. നമ്മളൊക്കെ ശരിക്കും പുസ്തകം ഒക്കെ എഴുതുന്നതിനും അല്ലെങ്കിൽ അതിനൊക്കെ മുമ്പ് ഒരു കാലഘട്ടത്തിൽ ഓലയിൽ എഴുതിയിരുന്നു. അപ്പോൾ ഓലയിൽ എഴുതിയ ഒരു സംഭവമാണ് ഗ്രന്ഥക്കെട്ടുകൾ. ഗ്രന്ഥക്കെട്ടുകൾ കുറേ വെറൈറ്റി ഉണ്ട്. ഇതാണ് ബുദ്ധനാഥം എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്, മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഇത് ഞാനൊന്ന് കാണിക്കാം. ഇത് ശരിക്കും ഒരാൾ ചെയ്യുമ്പം മറ്റൊരാൾ മെഡിറ്റേഷൻ പോലെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു സൗണ്ട് ഭയങ്കരമായിട്ട് വരും. പണ്ടൊക്കെ ഈ ബുദ്ധസന്യാസിമാർ നടന്നു പോകുമ്പം ഒരു മലയിൽ നിന്ന് അടുത്ത മലയിലേക്ക് കൃത്യമായിട്ട് അവർ നടന്നു പോകുന്നത് അറിയാൻ പറ്റും. അതിങ്ങനെ മീട്ടിക്കൊണ്ടായിരുന്നു നടത്തുക. അപ്പം വായു നിന്ന് ഭയങ്കരമായിട്ട് സൗണ്ട് ഇതിനകത്ത് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇതാണ് പല്ലാങ്കുഴി. ഇപ്പം നമ്മൾ ഗെയിം ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ആകെയുള്ളൊരു ഗെയിം ഇതായിരുന്നു. ഇതേപോലുള്ള പല പല ഗെയിമുകൾ പണ്ട് കളിച്ചിരുന്നു. പക്ഷേ എങ്കിലും ഏറ്റവും കൂടുതലായിട്ട് എല്ലാ വീടുകളിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗെയിമാണിത്. പല്ലാങ്കുഴി, ഇത് മഞ്ചാടി കൊണ്ട് കളിക്കുന്ന ഒരു സാധനം. ഇത് പഴയ കാലത്ത് അപ്പോത്തിക്കിരി മെഡിസിൻ ബോക്സ്, പണ്ട് ഡോക്ടർമാർക്ക് പറയുന്ന പേര് അപ്പോത്തിക്കിരി എന്നൊക്കെയായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ച മെഡിസിൻ ബോക്സ് ആണ്. ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്കൊക്കെ ശരിക്കും കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് പറങ്കിപ്പൂട്ടെന്ന് പറയും. കായംകുളം കൊച്ചുണ്ണിക്ക് പോലും തുറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞൊരു വാർത്ത വന്നിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം അങ്ങനെയുള്ള ഇത്രയും സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഇനി അപ്പുറത്തോട്ട് പോവാം. കൈ ഒന്ന് നമ്മൾ പല ടൈപ്പ് പൂട്ടുകൾ കണ്ടിട്ടുണ്ട്. അതിലൊരു പൂട്ടാണ് ഈ പറങ്കിപ്പൂട്ട് എന്നൊക്കെ പറയുന്ന പൂട്ട്. നാഴിപ്പൂട്ട്, വള്ളപ്പൂട്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് കായംകുളം കൊച്ചുണ്ണിക്ക് പോലും തുറക്കാൻ പറ്റാത്ത പൂട്ടെന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ വാർത്ത വന്നൊരു വാർത്ത. അതാണ് അങ്ങനെയുള്ള പൂട്ടുകൾ. ഒരു 15-20ഓളം വെറൈറ്റി പൂട്ടുകൾ. പിന്നെ വേറെ പൂട്ടുകളുണ്ട്, പക്ഷെ ഒരു 15-20ഓളം വെറൈറ്റി റെയർ പൂട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് ഒറിജിനൽ ആയിട്ടുള്ള മണിച്ചത് താഴിൻ്റെ പൂട്ട്. ഇത് ഇരുമ്പിലാണ് കൊത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള പൂട്ടാണ്. ഇത് പഴയ കാലത്തെ ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള വിലങ്ങാണ്. ഇത് കൊടുവാൾ എന്ന് പറഞ്ഞൊരു സാധനമാണ്. കൊടുവാളാണിത്. ഇത് കാൽ ചിലമ്പ്, കൈവള എന്നൊക്കെ പറയും. ശരിക്കും ചിലമ്പും വളയും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും, ഇതിപ്പോൾ ഇന്നത്തെ ഒരു കാലത്ത് നമ്മുടെ കാലിലിട്ടാൽ ഊരിപ്പോവും. പണ്ട് കാലത്തുള്ള ആൾക്കാരുടെ കാലിൻ്റെ വലിപ്പം നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. കാരണം അത്ര വലിപ്പമുള്ള കാലായിരുന്നു അന്ന്. അപ്പോൾ അത് ഊരിപ്പോകത്തില്ല. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം പഴയ, ഇത് ഒത്തിരി പഴയതൊന്നുമല്ല, പുതിയതായിട്ടുള്ളതാണ്. ഇവിടെയൊക്കെ ആണെങ്കിൽ പഴയ കാലത്തെ പാത്രങ്ങൾ, ഇതെല്ലാം പല ഇത് അളവ് പാത്രങ്ങൾ പഴയത്. ഇത് ശ്രുതി ബോക്സ് എന്ന് പറയും. പണ്ട് മ്യൂസിക്കായിട്ട് ഇത് കിട്ടാനായിട്ടുള്ള സാധനമാണ്. ഇത് മെതിയടി. ഇത് നിലന്തല്ലി എന്ന് പറയും. ശരിക്കും പുതിയ തലമുറയിലുള്ള കുട്ടികൾ പഠിക്കുന്നത്, നമ്മളിപ്പോൾ ടൈൽസിലും മാർബിളിലും അതിനെക്കാട്ടി വലിയ ഗ്രാനൈറ്റിലും ഒക്കെ നമ്മളിപ്പം ജീവിക്കുന്ന ഒരു കാലഘട്ടം. ഒരു കാലഘട്ടത്തിൽ ഇത് മണ്ണ് വെച്ച് കറക്റ്റായിട്ട് അടിച്ചിട്ട് തളിച്ച തറയിലാണ് നമ്മളൊരു കാലത്ത് ജീവിച്ചിരുന്നത്. അപ്പോൾ ശരിക്കും നിലന്തല്ലി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇതിനെ നമ്മൾ പുതിയ തലമുറ അറിയത്ത പോലും എന്തിനാന്നുള്ളത്. അപ്പോൾ ഇത് ചില കുട്ടികളൊക്കെ എടുത്തിട്ട് ഇത് ബാറ്റ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് നിലന്തല്ലി എന്ന് പറയുന്ന സാധനമാണ്. ഇങ്ങനെ തറ ഒരുക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് മെതിയടി എന്ന് പറയും. മറ്റേ നമ്മുടെ കാലിൽ ഇടുന്ന ഒരു സാധനമാണ്. ഇത് ലോകത്തിലെ ഏറ്റവും മൂല്യം കുറഞ്ഞ ഒരു കാശ് എന്ന് പറഞ്ഞ നാണയമാണ്. ഇത് തീപ്പന്തം എന്ന് പറഞ്ഞൊരു പത്രമാണ്. പണ്ടത്തെ എന്തും എഴുതാവുന്ന ഒരു പത്രമാണ് തീപ്പന്തം. ഇത് മുട്ടായി ഭരണിയാണ്. 1920 കാലഘട്ടത്തിലെ ജപ്പാന്റെയാണിത്. മുട്ടായി ഭരണിയാണ്. പിന്നെ ആഡംബര ഭരണി എന്നൊക്കെ പറയുന്നത് പറഞ്ഞാൽ പണ്ടത്തെ ഏറ്റവും ഹൈ ഇതായിട്ടുള്ളൊരു ഭരണിയാണിത്.
ശരിക്കും റേഡിയോ ലൈസൻസ്, പണ്ട് കാലത്ത് റേഡിയോയുടെ ലൈസൻസ് ആയിരുന്നു ഇത്. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, ഇപ്പം കണ്ടുപിടിച്ചവരെ ഓർക്കുക എന്നുള്ളത്. ഇതിനകത്ത് പലതും കണ്ടുപിടിച്ചവരെ കാണാറുണ്ട്. ഈ ഡൈനോമ കണ്ടുപിടിച്ച ആളെ ആരൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുണ്ട്. ഇവിടെ വന്നാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ക്യാമറ കണ്ടുപിടിച്ച ആരാന്ന് മനസ്സിലാക്കാം, ബൾബ് കണ്ടുപിടിച്ച ആരാന്ന് മനസ്സിലാക്കാം, സിനിമയുടെ ഫിലിം കണ്ടുപിടിച്ച ആരാന്ന് മനസ്സിലാക്കാൻ പറ്റും, അതുപോലെ പ്രൊജക്ടർ കണ്ടുപിടിച്ച ആരാന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പത്രത്തിൻ്റെ വലിയൊരു കളക്ഷനാണ്. പിന്നെ നമ്മളൊരു ആർട്ട് വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആർട്ട് വർക്കുകളൊക്കെയാണിത്. ഇനി മനോരമയുടെ ആദ്യ പത്രമാണിത്. മനോരമയുടെ ആദ്യ പത്രം പുസ്തകം ഒന്ന് ലക്കം 1890 മനോരമ ഇറങ്ങി. ഇതിനകത്തൊരു വാർത്തയുണ്ട്, കണക്കും ഇംഗ്ലീഷും കൂട്ടാൻ അറിയാവുന്ന വേലക്കാരെ ആവശ്യമുണ്ട് എന്നൊക്കെയുള്ള വാർത്തയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഷോപ്പ് എന്നൊക്കെയാണ് എഴുതിയത്. പല കാര്യങ്ങളും പഴയ വാക്കുകളാണ്. ശരിക്കും ഒരു കാലഘട്ടത്തിൽ പഴയ വാക്കുകൾ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പഴയ പത്രങ്ങൾ വായിക്കാൻ വലിയ രസമായിരിക്കും. ഒരു 1900, 1800, 1900 പത്രങ്ങൾ വായിക്കാൻ വലിയ രസമായിരിക്കും. അപ്പം അങ്ങനെയുള്ള വാർത്തയുള്ള പത്രമാണിത്. പിന്നെ ഇങ്ങോട്ടുള്ള വാർത്തകളൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തുവായി കട്ടായോ അടുത്ത പത്രങ്ങൾ ഇങ്ങനെ പിന്നെ എഡിസന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത. ഈ പത്രത്തിന്റെ പ്രത്യേകത, എഡിസൺ ജനിച്ചു തൊട്ട് മരിക്കുന്ന വരെയുള്ള ഫുൾ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ ഒരു പിന്നെ പത്രം വായിച്ചു കഴിഞ്ഞാൽ എഡിസനെ കുറിച്ച് മാക്സിമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഏറ്റവും സത്തായിട്ടുള്ള സാധനം ഇത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ പ്രാധാന്യം. ഗാന്ധിജി മരിച്ച വാർത്തയുള്ള പത്രം ഇത് തന്നെ. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീരപ്പനെ, ഇപ്പോൾ വീരപ്പൻ എന്ന് പറഞ്ഞ വലിയൊരു സാധനമായിരുന്നു. അക്ഷരദീപം എന്ന് പറഞ്ഞ സംഭവമാണ്. അക്ഷരദീപം, വീരപ്പനെ പിടിക്കാൻ വൻ സന്നാഹം, ഒരു വാർത്തയാണ്. അതുപോലെ തന്നെ ജനശക്തി നഗറിലാണ് ആദ്യമായിട്ട് നമ്മുടെ കനാല്, നമ്മുടെ മറ്റേ കല്ലട ജലസേന പദ്ധതി എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ അവിടാണ് അതിൻ്റെ തുടക്കത്തെക്കുറിച്ചൊരു സപ്ലിമെൻ്റ് ആയത്, അന്നത്തെ വാർത്ത ചെയ്ത്. അത് ശരിക്കും 1997 ഫെബ്രുവരി 18 ഈ ഒരു പത്രം ഇറങ്ങിയത്. ജനയുഗം എന്ന് പറഞ്ഞ പത്രമാണ്. ഇതൊക്കെ നമ്മുടെ വാർത്ത വന്നതാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹിരോഷിമയിൽ ബോംബ് വീണ വാർത്ത. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ശരിക്കും ഇപ്പോഴും ജനങ്ങൾ, അതുകൊണ്ട് പത്തനംതിട്ട ജില്ല രൂപീകരിച്ചത് അതിൻ്റെ വാർത്ത, പത്തനംതിട്ട ജില്ല രൂപീകരിച്ചതിൻ്റെ വാർത്ത. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ടൈറ്റാനിക് പറഞ്ഞ വാർത്ത. ഇതൊരു ചെറിയ വാർത്തയല്ല, ശരിക്കും ഒരു അത്ഭുതമായിട്ടൊരു പത്രമാണ്. ശരിക്കും റയർ പത്രമാണ്. 1912 ടൈറ്റാനിക്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയുണ്ട്. പിന്നെ ഈ താഴെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ 1, 2, 10 വീഡിയോ ഒന്നും അല്ല. ഇനിയിപ്പോൾ ഏറ്റവും വലിയൊരു സംഭവം ഞാൻ കാണിക്കാം. ഇതൊക്കെ സിനിമയുടെ അവാർഡുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടെലഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പം ടെലഗ്രാം നമ്മുടെ ഇപ്പം ഫോണിലും ഒക്കെ മുമ്പ് ഉള്ളൊരു സാധനം ടെലഗ്രാം. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ടെലഗ്രാം എങ്ങനെയായിരുന്നു വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വരെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇവിടെ നെല്ലുകൾ, ഇതിപ്പോൾ 140ഓളം നെല്ലുകൾ ഞാൻ പറഞ്ഞിരുന്ന ആദ്യം. അപ്പോൾ ആ നെല്ലുകളുടെ കളക്ഷനുകളാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ആ നെല്ലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പഴമയുള്ള നെല്ല് എന്താണെന്ന് പോലും കുട്ടികൾക്ക് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ടെല്ലാം വരുന്ന എല്ലാം പലതരം. മനുഷ്യൻ ചന്ദ്രനെ കാലുകുത്തിയ വാർത്ത, പട്ടം താണുപിള്ള മരിച്ച വാർത്തയുള്ള പത്രം, ഇത് ഉറുദുവിൽ എഴുതിയ, കൈകൊണ്ട് എഴുതിയ വാർത്തയുള്ള പത്രം, പിന്നെ സ്കൈലാബ് വീണ വാർത്തയുള്ള പത്രം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ആൾക്കാർ ഒരു പ്രായം കഴിഞ്ഞ ആൾക്കാർ മനസ്സിലാക്കാനും ഓർക്കാനും വേണ്ടിയുള്ള, ഇത് മുരശെന്ന് പറയും. പണ്ട് കാലത്ത് ഈ രാജകുടുംബങ്ങളൊക്കെ അല്ലെങ്കിൽ വലിയ കൊട്ടാരങ്ങളൊക്കെ എന്തെങ്കിലും ഒരു സംഭവമായിട്ട് മുഴക്കി ആൾക്കാരെ അറിയിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും പെരുമൺ ദുരന്തം, ഏറ്റവും വലിയൊരു ദുരന്തമാണ് ട്രെയിൻ ദുരന്തം, അതുമായിട്ടുള്ള വാർത്തകളുടെ പത്രം. പിന്നെ ഇത് ഒരു ഹൈറ്റ് കുറഞ്ഞ സ്ഥലം, ഇത് ഹൈറ്റ് കൂടിയ സ്ഥലം. അപ്പോൾ നമ്മളിത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് ഉള്ള സ്ഥലത്തേക്ക് പോകും. അതുപോലെ തന്നെ ഇങ്ങനൊരു പിക്ചറുണ്ട്. ഇതിന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷേ ഈ സിലിണ്ടർ ഇവിടെ വെച്ചാൽ, സിലിണ്ടർ ഇവിടെ നോക്കിയാൽ ലാലേട്ടനെ കാണാം. നമ്മൾ വരച്ചൊരു പടമാണ് ലാലേട്ടൻ നേരിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പിക്ചറിൻ്റെ പോലും നമ്മളൊരു വ്യത്യസ്തമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓടിച്ചു വിട്ടേക്കുന്ന ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പം മാക്സിമം നിങ്ങളെല്ലാം ഇവിടെ വന്ന് കാണാൻ ശ്രമിക്കുക. നാട്ടിലേക്കൊക്കെ എത്തുമ്പോൾ ഇവിടെ വന്ന് കാണാം. എപ്പോൾ വന്നാലും ഇദ്ദേഹം നമ്മുടെ നാട്ടിൽ അടുത്തുള്ളതാണ്. ഏകദേശം ഒരു 3 കിലോമീറ്ററൊക്കെ വ്യത്യാസമേ ഉള്ളൂ. 3 കിലോമീറ്റർ ഉള്ള ഒരാൾ ഇവിടെ പല പ്രാവശ്യം വന്നിട്ട്, ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം പോലെ തന്നെ, നാളെ കാണാം മറ്റന്നാളിൽ കാണാമെന്ന് പറഞ്ഞൊരു രീതി കൊണ്ടാണ് എല്ലാവരും നിൽക്കുന്നത്. വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അറിവുകൾ കിട്ടും. അപ്പം നമ്മുടെ നാട്ടിലുള്ള അറിവുകൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്തായിരുന്നു ഒരു കാലഘട്ടത്തിൽ, എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നൊക്കെ അറിയാൻ പറ്റും. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുഞ്ഞുങ്ങൾ ഇത് വന്ന് കാണണം തീർച്ചയായും. അതുകൊണ്ടല്ലേ ഞാൻ
നമുക്ക് മിറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയും. ഞങ്ങൾ വരാൻ എന്ന് തൊട്ടിയായിരിക്കും. അപ്പോൾ ഇന്ന് നാളെ പോകാനുള്ള ടൈമിലാണ് ഇപ്പം നമ്മുടെ സന്തോഷിനെ വന്ന് കാണുന്നത്. ഇത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ആരും ആയാലും ഈ അവസരം പാഴാക്കരുത്. നാട്ടിൽ വരുന്നുണ്ടെ ശിലാസന്തോഷിന്റെ മ്യൂസിയം വന്ന് വിസിറ്റ് ചെയ്യണം, വന്ന് കാണുക. പിന്നെ കൂടുതലായിട്ട് വീഡിയോസ് അറിയാനായിട്ട് ശിലാസന്തോഷം ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ അറിയാം. ഡയൽ കേരള നമ്മുടെ ചാനല്. പിന്നെ മേഡത്തെ ഇതേപോലുള്ള ചാനലുകൾ നമുക്കിപ്പോ എല്ലാം ഈ അടിച്ചു പൊളിച്ചു പോകുന്ന കാര്യങ്ങൾ പൊക്കോട്ടെ ഒരു സൈഡിൽ കൂടെ, പക്ഷെ അറിവുകൾ മനസ്സിലാക്കാനുള്ള വീഡിയോ കൂടെ ഷെയർ ചെയ്യണം. കാരണം എന്താണെന്നറിയോ, നമുക്ക് എന്തായിരുന്നു ഒരു കാലഘട്ടം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതൊരു തിരിച്ചറിയണം. നമ്മൾ കണ്ടുപിടിച്ചാൽ ഓർക്കണം. ഓർത്തില്ലേ വലിയൊരു നഷ്ടമാണ്. കാരണം ഒരു കാറ് കണ്ടുപിടിച്ച ആള് അയാളുടെ ജീവിതം ചിലപ്പോൾ കളഞ്ഞായിരിക്കും. ഒരു ക്യാമറ കണ്ടുപിടിച്ച ആളുടെ ജീവിതം കളഞ്ഞായിരിക്കും. കൊട്ടാരത്തിൽ ചെന്നാൽ പോലും ഈ സാധനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. എന്നൊക്കെ ഇരിക്കുന്നേ മുരശ് നോക്കിക്കേ. ഒത്തിരി സംഗതികളുണ്ട്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ നമ്മുടെ അടൂർ എല്ലാവരും അറിയുന്നതാണല്ലോ. പത്തനംതിട്ടയിലെ അടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ അറിയപ്പെടാത്ത ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. മാഞ്ഞാലി. ശിലാ മ്യൂസിയം ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ മതി. അപ്പൊ നമ്മുടെ മാഞ്ഞാലി അറിയപ്പെടാൻ നമ്മുടെ ശിലാസന്തോഷിൽ കൂടെ നമുക്ക് എല്ലാവർക്കും ഇത് സാധിക്കും. തീർച്ചയായിട്ടും വരണം. അതിന്റെ വഴി ശിലാസന്തോഷ് പറയുന്നത്. നമുക്ക് ഇവിടെ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ അടൂരിന്ന് നേരെ ശിലാ മ്യൂസിയം ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരാൻ പറ്റും. നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ അന്തിച്ചിറയ്ക്കും മാഞ്ഞാലിക്കും ഇടയ്ക്ക് കുറച്ച് അടുത്ത് തന്നെയാണ്. ഇത് രണ്ട് സ്ഥലത്തേക്ക് ഒരു 800 മീറ്റർ ദൂരമാണ് നമുക്കുള്ളത്. അപ്പൊ ഇവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. പിന്നെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ട് സന്തോഷമായിട്ട് തിരിച്ചു പോകാൻ പറ്റും. ഒരു പൈസ നിങ്ങൾക്ക് നഷ്ടമില്ല. മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നതിന് ആരും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് സമയത്തും ഫ്രീ ആയിട്ട് വന്ന് കാണാം. മാക്സിമം രാവിലെ ഒരു 9 മണി തൊട്ട് വൈകിട്ട് ഒരു 6:30 വരെ ടൈം എടുക്കും. അത്രയും സമയവും വേണം കണ്ട് കാണണമെങ്കിലല്ല. അപ്പൊ എല്ലാവർക്കും ബൈ.